ഹായ് ഫ്രണ്ട്സ്, സാബിഡി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ജൂലൈ മാസം 14 തീയതി മുതൽ 20 തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും കംപ്ലീറ്റ് ലിസ്റ്റാണ്. ഏകദേശം 24ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു കൊറിയൻ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ടേക്ക് പോയിന്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് കൊറിയൻ ഭാഷകളായിട്ട് ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് ആണ്, ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ദ സമ്മർ ഐ ടേൺഡ് പ്രിറ്റി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഫൈനൽ സീസൺ ആണ്. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു തമിഴ് മൂവിയാണ്. പടൈ തലവൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ് ഭാഷയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ത്രില്ലർ മിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്, ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. അൺടൈംഡ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 6 എപ്പിസോഡുകളാണ് ഈ ഒരു ഇംഗ്ലീഷ് സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ ധനുഷ്, നാഗാർജുന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയായിരുന്നു കുബേര എന്ന് പറഞ്ഞ സിനിമ. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത അമിത് ചക്കാൽക്ക് പ്രധാന വേഷം കൈകാര്യം ഒരു മലയാളം ത്രില്ലർ മൂവിയാണ് അസ്ത്ര എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു റൊമാന്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ് ഫോർബിഡൻ ഫെയറി ടെയിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കൊറിയൻ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നത് തമിഴ് മൂവിയാണ് മനിതർകൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ആഹാ തമിഴിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ അമേച്ചർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നത് തെലുങ്ക് മൂവിയാണ് ഭൈരവം എന്നാണ് സിനിമയുടെ പേര്. തെലുങ്ക് ഭാഷയിൽ ഈ സിനിമ C5 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. അക്ഷയ് കുമാറും അതുപോലെ തന്നെ അഭിഷേക് ബച്ചനൊക്കെ പ്രധാന വേഷം കൈകാര്യം ഹൗസ് ഹോൾഡ് 5 എന്ന് പറഞ്ഞ സിനിമ. ഹൗസ് ഹോൾഡ് 5A-യും 5B-യും ഉണ്ട് കേട്ടോ. രണ്ടും രണ്ട് ക്ലൈമാക്സ് ആണ്. സിനിമ സെയിം തന്നെയാണ്, പക്ഷേ ക്ലൈമാക്സിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. ഹൗസ് ഹോൾഡ് 5A-യും ഹൗസ് ഹോൾഡ് 5B-യും ആണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ ഈ സിനിമ ഹിന്ദി മാത്രമായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് കുലഡല്ലി കീലിയ വൊഡോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ കന്നഡ ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് മൂൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മുബി OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് റോമിയോ S3 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അതൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ് സട്ടമും നീതിയും എന്നാണ് സിനിമയുടെ പേര്. ഡയറക്റ്റ് OTT റിലീസാണ് C5 തമിഴ് ഭാഷയിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം മിസ്റ്ററി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ് സ്പെഷ്യൽ ഓപ്സ് സീസൺ 2 എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സ്പെഷ്യൽ ഓപ്സ് 2 ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ് വാൾ ടു വാൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ബെല്ലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇംഗ്ലീഷിൽ നേരത്തെ റിലീസ് ചെയ്തത് ഇപ്പോൾ മൾട്ടി ഓഡിയോ അവൈലബിൾ ആണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത അഥർവ, നിമിഷ സച്ചി എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയായിരുന്നു DNA എന്ന് പറഞ്ഞ സിനിമ. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പോൾ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ്, ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ. UK മലയാള സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതൊരു ഡയറക്റ്റ് TV പ്രീമിയർ അതുപോലെ തന്നെ OTT റിലീസും ചെയ്ത ഒരു സിനിമയാണ് ഹിന്ദി മൂവിയായിരുന്നു ദ ബൂട്ട്നി എന്ന് പറഞ്ഞ സിനിമ. C5 സഞ്ജയ് പ്രധാന വേഷം കൈകാര്യം ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ C5 അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു ഇംഗ്ലീഷ് ഫാന്റസി ലൈവ് ആക്ഷൻ മൂവിയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു റഷ്യൻ മൂവിയാണ് ISS എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, റഷ്യൻ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ കേഴ്സ്ഡ് എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ് ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ്, 24ഓളം സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ്. ഇതിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.